നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ ജനിച്ച മീനം രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. വരാനിരിക്കുന്ന ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ മീനം രാശിക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്, 2026 മുതൽ 2030 വരെയുള്ള കാലയളവിനെ അടിസ്ഥാനമാക്കി വിശദമായി നമുക്ക് നോക്കാം. നിലവിൽ മീനം രാശിക്കാരുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ശനിഗ്രഹത്തിന്റെ മാറ്റങ്ങളാണ്. ഇപ്പോൾ ശനി നിങ്ങളുടെ ജന്മരാശിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 2027 ജൂൺ 3 വരെ ശനി ഈ സ്ഥാനത്ത് തന്നെ തുടരും. അതിനുശേഷം ശനി മീനം രാശിയിൽ നിന്നും മാറി നിങ്ങളുടെ 2ാം ഭാവത്തിലേക്ക് കടക്കും. ഇതോടുകൂടി നിങ്ങളുടെ 7ാം ശനിയുടെ ഏറ്റവും നിർണായകമായ 3ാം ഘട്ടം ആരംഭിക്കുകയാണ്. ജ്യോതിഷപ്രകാരം ചന്ദ്രൻ എന്നാൽ നമ്മുടെ മനസ്സ്, വികാരങ്ങൾ, ചിന്തകൾ എന്നിവയെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ്. ശനി ചന്ദ്രരാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, അതായത് ഇപ്പോൾ നിങ്ങളുടെ ജന്മരാശിയിൽ നിൽക്കുമ്പോൾ, അത് മനസ്സിനെ ദോഷകരമായി ബാധിക്കാം. കഴിഞ്ഞ 1.5 വർഷമായി, പ്രത്യേകിച്ച് 2025 മാർച്ച് മുതൽ നിങ്ങളുടെ മനസ്സിൽ ഒരുതരം അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടാകാം. സ്വഭാവത്തിൽ അറിയാതെ തന്നെ ഒരു ശാഠ്യമോ പിടിവാശിയോ വരാൻ സാധ്യതയുണ്ട്. മനസ്സിലെപ്പോഴും ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളും വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചോർത്ത് അമിതമായ ഉത്കണ്ഠയും ഉണ്ടായേക്കാം. പുതിയതായി എന്തെങ്കിലും ബിസിനസ്സോ ജോലിയോ തുടങ്ങിയവർക്ക് ഇത് ശരിയാകുമോ ഇല്ലയോ എന്ന തരത്തിലുള്ള വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായെന്ന് വരാം. 2027 ജൂൺ 3 വരെ ശനി ഈ ഭാവത്തിൽ തുടരുന്നത് കൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും പ്രണയബന്ധങ്ങളിലും ഈ അമിത ചിന്തയും സംശയങ്ങളും വലിയ വിള്ളലുകൾ ഉണ്ടാക്കാം. അതിനാൽ പങ്കാളിയുമായുള്ള തർക്കങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഈ കാലഘട്ടത്തിൽ നിങ്ങളെ തേടി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരും. എന്നാൽ ശനിയുടെ സ്വാധീനം മൂലം ഒരുതരം മടിയോ അലസതയോ നിങ്ങളെ പിടികൂടാം. നിങ്ങൾ അലസത പൂർണ്ണമായും മാറ്റിവെച്ച് മുന്നോട്ട് വരണം. ഉള്ളിൽ പരാജയപ്പെടുമോ എന്ന ഭയമുണ്ടാകാമെങ്കിലും അത് ധൈര്യത്തോടെ നേരിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക. 2027 ജൂൺ 3 മുതൽ 2029 പകുതി വരെ ശനി നിങ്ങളുടെ 2ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ കാര്യങ്ങൾ അനുകൂലമാകും. നിങ്ങളുടെ മനസ്സിലെ അനാവശ്യ ഭയവും അമിത ചിന്തയും സമ്മർദ്ദവും കുറയാൻ തുടങ്ങും. 7ാം ശനിയുടെ 3ാം ഘട്ടം എന്നത് കഠിനാധ്വാനത്തിന് തക്കതായ ഫലങ്ങൾ നൽകുന്ന കാലമാണ്. ഈ സമയത്ത് സ്വന്തമായി വീട്, സ്ഥലം തുടങ്ങിയ വസ്തുക്കൾ വാങ്ങാനോ, വീട് നിർമ്മാണം തുടങ്ങാനോ, പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാനോ ഉള്ള മികച്ച അവസരങ്ങൾ വന്നു ചേരും. ഈ ഗ്രഹമാറ്റ സമയത്ത് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തൊണ്ട, പല്ലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളോ ഇൻഫെക്ഷനുകളോ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെങ്കിലും ബുദ്ധിപരമായി ഈ സമയം വളരെ മികച്ചതാണ്. നിങ്ങളുടെ അറിവും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവും വർദ്ധിക്കും. വരും വർഷങ്ങൾ മീനം രാശിക്കാർക്ക് കരിയറിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ജോലിയിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നത് വഴി ബാങ്ക് ബാലൻസ് കൂടുകയും അനാവശ്യ ചെലവുകൾ കുറഞ്ഞ് സാമ്പത്തിക ഭദ്രത കൈവരിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ തുടക്കത്തിൽ ചെറിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാമെങ്കിലും കഠിനാധ്വാനവും ആത്മനിയന്ത്രണവും ഉണ്ടെങ്കിൽ മീനം രാശിക്കാർക്ക് വലിയ സാമ്പത്തിക കരിയർ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. മീനം രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ അട്ടിമറികളും പെട്ടെന്നുള്ള ഭാഗ്യാനുഭവങ്ങളും കൊണ്ടുവരാൻ പോകുന്ന ഒന്നാണ് വരാനിരിക്കുന്ന രാഹുവിന്റെ മാറ്റങ്ങൾ. വ്യത്യസ്ത കാലയളവുകളിൽ രാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിൽ രാഹു നിങ്ങളുടെ 12ാം ഭാവത്തിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ അവസ്ഥ 2026 ഡിസംബർ വരെ തുടരും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വിദേശ കമ്പനികളിൽ പ്രവർത്തിക്കുന്നവർക്കോ ഈ സമയം വളരെ അനുകൂലമാണ്. ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. പുതിയ സാങ്കേതിക വിദ്യകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ആധുനിക മേഖലകളെ കുറിച്ച് പഠിക്കാനും അറിവ് വർദ്ധിപ്പിക്കാനും ഈ കാലയളവ് നിങ്ങളെ സഹായിക്കും. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും യാത്രകൾ ആസ്വദിക്കാനും കരിയറിന്റെ ഭാഗമായി പുതിയ മേഖലകൾ കണ്ടെത്താനും ഈ സമയം വഴി തുറക്കും. ഇന്ത്യയിലുള്ളവർക്ക് ജോലിയുടെയോ വിനോദത്തിന്റെയോ ഭാഗമായി
വിദേശത്ത് പോകാനുള്ള മികച്ച അവസരങ്ങൾ ലഭിച്ചേക്കാം. 2026 ഡിസംബർ 6 രാഹു മകരം രാശിയിലേക്ക്, അതായത് നിങ്ങളുടെ 11ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. വളരെ നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷമാണ് രാഹുവിന്റെ ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. മീനം രാശിക്കാരെ സംബന്ധിച്ച് ഈ 5 വർഷത്തെ കാലയളവിലെ ഏറ്റവും സുവർണ കാലഘട്ടമായിരിക്കും ഇത്. നിങ്ങളുടെ മനസ്സിലെ പഴയ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും പൂർണ്ണമായും മറക്കാൻ സഹായിക്കുന്ന സമയമാണിത്. കഴിഞ്ഞ കാലത്തെ ദോഷാനുഭവങ്ങളിൽ നിന്ന് മുക്തി നേടി നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കും. തളർന്നുപോയ നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയായി തിരിച്ചു കിട്ടും. ഏത് കാര്യവും ധൈര്യത്തോടെ നേരിടാൻ നിങ്ങൾ പ്രാപ്തരാകും. 11ാം ഭാവം എന്നത് ലാഭസ്ഥാനമാണ്. ഇവിടെ രാഹു വരുമ്പോൾ സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഉണ്ടാകും. ചെയ്യുന്ന ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിച്ചതിലും വലിയ ലാഭവും വരുമാന വർധനവും വന്നുചേരും. ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർ, ഏജൻസി നടത്തുന്നവർ, യൂട്യൂബ് അല്ലെങ്കിൽ വ്ളോഗിംഗ് മേഖലയിലുള്ളവർ, IT അതുപോലുള്ള സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് ഈ സമയം വൻ വളർച്ചയാണ് കാത്തിരിക്കുന്നത്. ദിവസേനയുള്ള വരുമാനത്തിൽ വലിയ വർധനവ് അനുഭവപ്പെടും. 2028 ജൂലൈ മാസം മുതൽ രാഹു നിങ്ങളുടെ 10ാം ഭാവമായ ധനുരാശിയിലേക്ക് മാറും. തുടർന്ന് 1.5 വർഷത്തോളം രാഹു ഇവിടെ തന്നെ ഉണ്ടാകും. 10ാം ഭാവം എന്നത് നമ്മുടെ തൊഴിലിനെ സൂചിപ്പിക്കുന്ന ഇടമാണ്. ജ്യോതിഷപ്രകാരം 10ാം ഭാവത്തിൽ രാഹു വരുന്നത് തൊഴിൽ മേഖലയിൽ വലിയ അസ്ഥിരതകളോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മാറ്റങ്ങളോ ഉണ്ടാക്കിയേക്കാം. ഈ സമയത്ത് നിങ്ങൾ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ നിന്നും മറ്റൊരു മികച്ച ജോലിയിലേക്ക് മാറാനോ സാധ്യതയുണ്ട്. ദൂരസ്ഥലങ്ങളിലേക്ക് ജോലി സംബന്ധമായ സ്ഥലമാറ്റങ്ങൾ ഉണ്ടായേക്കാം. തുടക്കത്തിൽ ഇതൊരു ബുദ്ധിമുട്ടായി തോന്നാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് നിങ്ങളുടെ കരിയറിൽ വലിയൊരു വഴിത്തിരിവിനും പുരോഗതിക്കും കാരണമായി മാറും. ചുരുക്കത്തിൽ മീനം രാശിക്കാർക്ക് 2026 ഡിസംബർ മുതൽ 2028 ജൂലൈ വരെയുള്ള കാലയളവ് സാമ്പത്തികമായും മാനസികമായും വലിയ ഉയർച്ച നൽകുമെങ്കിലും 2028 ജൂലൈക്ക് ശേഷം കരിയറിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങളെ നേരിടാൻ മാനസികമായി തയ്യാറെടുക്കേണ്ടതുണ്ട്. മീനരാശിക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ മാറ്റങ്ങളും ഭാഗ്യങ്ങളും കൊണ്ടുവരുന്ന ഗ്രഹമാണ് വ്യാഴം. നിലവിൽ വ്യാഴം നിങ്ങളുടെ 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. വരും വർഷങ്ങളിൽ വ്യാഴത്തിന്റെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രധാന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിലെ വ്യാഴത്തിന്റെ സ്ഥാനം മീനം രാശിക്കാർക്ക് കുടുംബജീവിതത്തിൽ വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്. വരും വർഷങ്ങളിൽ, പ്രത്യേകിച്ച് അടുത്ത 1.5 വർഷക്കാലം, കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യമുണ്ടാകാനുള്ള ഏറ്റവും അനുകൂലമായ സമയമാണിത്. കുട്ടികളുടെ പഠനം, അവരുടെ കരിയർ എന്നിവയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അലട്ടിയിരുന്ന ആശങ്കകൾ മാറി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നുചേരും. 2027 ജൂലൈ മാസത്തിന് ശേഷം വ്യാഴം നിങ്ങളുടെ 6ാം ഭാവത്തിലേക്ക് മാറും. 6ാം ഭാവം എന്നത് രോഗം, ആരോഗ്യം എന്നിവയെ കൂടി സൂചിപ്പിക്കുന്ന ഒന്നായതുകൊണ്ട് ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടാനും തടി വെക്കാനും വലിയ സാധ്യതയുണ്ട്. തടി കൂടുന്നത് വഴി മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ കർശനമായ നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട്. 2029 പകുതിയോടെ വിവാഹപ്രായമായവരുടെ ജാതകത്തിൽ മികച്ച വിവാഹയോഗം തെളിഞ്ഞു വരുന്നുണ്ട്. വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടിരുന്നവർക്ക് അതൊക്കെ മാറി അനുകൂലമായ ആലോചനകൾ വരാനും വിവാഹം ഉറപ്പിക്കാനും ഈ സമയം വഴി തുറക്കും. അനുയോജ്യനായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന 7.5 ശനിയുടെയും മറ്റ് ഗ്രഹമാറ്റങ്ങളുടെയും ദോഷഫലങ്ങൾ കുറക്കാനും ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരാനും ശനീശ്വര സ്തോത്രം ദിവസവും 108 തവണ ജപിക്കുക. ജ്യോതിഷപ്രകാരം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ശനിദോഷത്തിന്റെ തീവ്രത കുറക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ്. ഇത് നിങ്ങൾക്ക് മാനസികമായ കരുത്തും ധൈര്യവും നൽകുകയും നെഗറ്റീവ് ചിന്തകളെ അകറ്റി നിർത്തുകയും ചെയ്യും. മീനം രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ജ്യോതിഷ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.